ഷാഫി പറമ്പിൽ എംപിയുടെ കൂടെ നടന്നതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട ഷഫീഖിന്റെ പരാതിയിൽ എഫ്ഐആർ തയ്യാറാക്കാത്ത വടകര SHOയുടെ നടപടിക്കെതിരെ പരാതി. പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വടകര റൂറൽ SP-ക്കാണ് പരാതി നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. നവകേരളം വടകര ഫെസ്റ്റ് 2025. വടകരയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഷാഫി പറമ്പിൽ എംപിയെ DYFI പ്രവർത്തകർ തടഞ്ഞത്. തുടർന്ന് MP വാഹനത്തിൽ നിന്നിറങ്ങുകയും റോഡിലൂടെ നടക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിൽ MPയുടെ ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറിയായ ഷഫീഖിന്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇതുപയോഗപ്പെടുത്തി DYFI പ്രവർത്തകർ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയെന്നതാണ് പരാതി. ഈ സംഭവത്തിൽ നൽകിയ പരാതിയിൽ FIR തയ്യാറാക്കാത്ത വടകര SHOയുടെ നടപടിക്കെതിരെയാണ് പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വടകര റൂറൽ SP-ക്ക് പരാതി നൽകിയത്. ഈ DYFIയുടെ പ്രവർത്തകന്മാർ ഇവരിട്ട പോസ്റ്റ് താലിബാൻ ഷാഫി പറമ്പിലിൻ്റെ പേര് വടകരയുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇവനെ താലിബാനിസ്റ്റായിട്ട് ചിത്രീകരിക്കുക, പത്രത്തിൽ വാർത്ത വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ വളരെ സാത്വികമായ ഒരു കുടുംബത്തിലുള്ള ആ പ്രദേശത്ത് ഏറ്റവും മാന്യമായി ജീവിക്കുന്ന ആരോട് ചോദിച്ചാലും മനസ്സിലാവും. അദ്ദേഹം ലീഗിൻ്റെ പ്രാദേശികമായ സെക്രട്ടറിയാണ്. ആ മനുഷ്യനെ വേഷം കണ്ട് അദ്ദേഹത്തിന് താടിയും തൊപ്പിയുമുണ്ട്. അപ്പം CPM ഇവിടെ കളിക്കുന്ന നെറികെട്ട ഏർപ്പാട്, നാട്ടിൽ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുക. എന്നാലോ അതിന് ഒത്താശ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു സംഭവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ ആളുകളും ഈ ഷഫീഖും മൗലവിയും അവിടെ പോയി, വടകര പോയി CIയുടെ അടുത്ത് പരാതി കൊടുക്കാൻ, SHOൻ്റെ അടുത്ത്. പക്ഷേ അയാൾ ചെന്നപ്പോൾ പരാതി സ്വീകരിക്കാൻ ആദ്യം ഒരു തവണ പോയി. ഇവർ പോകുന്നത് 4/9 പോയി, ഇയാൾ കാണാൻ പോലും കൂട്ടാക്കിയില്ല. വീണ്ടും പോയി 6/9, അപ്പോഴും ഈ SHO ഇത് കൂട്ടാക്കിയില്ല, കാണാനോ സംസാരിക്കാനോ. മൂന്നാമത്തെ തവണ പോയപ്പോൾ ഇത് വാങ്ങിച്ച് ഇതിൽ നിന്ന് കേസെടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും പ്രഷർ ചെയ്ത് 4ാമത്തെ തവണ പോയപ്പോൾ ഈ SHO എന്താ ചെയ്ത്, കേസ് FIR ഇടാനൊന്നും പറ്റില്ല. എന്താ ചെയ്യുക, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കേസ് ഇതാ ഞങ്ങൾ തന്നതിന് റെസീറ്റ് തരാം, FIR ഇടില്ല, അതിനൊന്നുള്ള കേസല്ല ഇത് എന്നാണ്. നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനും നാട്ടിലിങ്ങനെ മതസൗഹാർദ്ദം തകർക്കാനും ഒക്കെ CPM ഒത്താശ ചെയ്യുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു പോലീസാണ് ഇന്നിപ്പോൾ കേരളം മുഴുക്ക നമ്മളതാ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇതെവിടെയാണെന്ന് നാട്ടിൽ ചെന്നെത്തിക്കാൻ ഞങ്ങളിന്നിപ്പോൾ SP-യുടെ അടുത്ത് പരാതി കൊടുക്കുക. SP വളരെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേസ് ഇത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ അദ്ദേഹം ഇത് പഠിക്കുകയും കേസ് മനസ്സിലാക്കുകയും ചെയ്തിട്ട് കേസെടുക്കാം, അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ്. ഒരു കേസ് വന്നാൽ വടകര പോലീസ് സ്റ്റേഷനിൽ പോയാൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ട് വടകര പോലീസ് സ്റ്റേഷൻ്റെ സാഹചര്യം നമ്മളൊക്കെ പറയുന്നതാണ്. ആ ഏകപക്ഷീയമായി ഒരു പാർട്ടി ആഫീസ് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. എല്ലാ പോലീസുകാരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ പറയുന്നില്ല, നല്ല മാന്യന്മാരായ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയത്തിന് അതീതമായി ഇവരുള്ള ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ അവർക്കൊന്നും ഒരു വോയിസ് ഇല്ലാത്ത രൂപത്തിലാണ് ഇവിടെ ഇവരുടെ നിലപാട്. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത് കൊടുത്തപ്പോൾ ഒരു അന്വേഷിക്കുക, ആ ഒരു പരാതി വായിക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ്, അത് കേരളത്തിന് നാണക്കേടാണ്. OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, PP ജാഫർ, MP ഷാജഹാൻ, റാഷിദ് മാസ്റ്റർ, അൻസീർ പാനോളി, ആലിയ ഹമീദ് ഹാജി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.